നമസ്കാരം. യുദ്ധം 8-ാം ദിവസത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഇവിടെ ഇറാനും അമേരിക്കയും ഒക്കെ വലിയ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഇറാൻ പറയുന്നത് 600ഓളം അമേരിക്കൻ സൈനികരെ ഇതിനോടകം പരലോകത്തേക്ക് അയച്ചു എന്നാണ്. അതോടൊപ്പം തന്നെ MQ-9 റീപ്പർ ഉൾപ്പെടെയുള്ള പ്രതിരോധ സംവിധാനങ്ങൾ അതെല്ലാം നശിപ്പിച്ചു കളഞ്ഞു. വലിയ അവകാശവാദമാണ് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇവിടെ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ അത് ഏറെക്കുറെ ശരിവെക്കുന്നുമുണ്ട്. പ്രത്യേകിച്ച് പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ ഏറ്റവും വലിയ റഡാർ സംവിധാനം ഇറാൻ നശിപ്പിച്ചു എന്നുള്ളത് ഏറെക്കുറെ ശരിയാണെന്ന് വ്യക്തമായിട്ടുണ്ട്. അമേരിക്ക അടിയന്തര മീറ്റിംഗ് വിളിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ വെടിക്കോപ്പുകൾ, ആയുധങ്ങൾ അതിങ്ങനെ കുറഞ്ഞു വരുന്നു. അത് എത്രയും പെട്ടെന്ന് അത് നിർമ്മിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം ട്രംപ് ബന്ധപ്പെട്ടവർക്ക് കൊടുത്തു എന്ന വാർത്തയും വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഇറാൻ നിരുപാധികം കീഴടങ്ങിയാൽ ഇറാനെ ഉന്നതിയിലെത്തിക്കാം, സാമ്പത്തികമായി സഹായിക്കാം, മഹത്തായ ഒരു രാജ്യമാക്കി മാറ്റാം എന്നൊക്കെയാണ്. നിരുപാധികം കീഴടങ്ങണം എന്ന് ട്രംപ് പറയുമ്പോൾ ഇറാൻ അതിനെ പരിഹസിക്കുകയാണ്. പരിഹാസ രൂപേണയാണ് ട്രംപിന്റെ ഈ നിർദ്ദേശത്തെ അല്ലെങ്കിൽ ഈ ഒരു ആവശ്യത്തെയൊക്കെ നോക്കിക്കാണുന്നത്. അതായത് മഹത്തായ രാജ്യമാക്കി മാറ്റാം എന്ന് പറയുന്ന ട്രംപ് പിന്നെ പറയുന്നത് ഇറാനിലെ പരമോന്നത നേതാവിന് തീരുമാനിക്കുന്നത് ഞാനായിരിക്കും, എന്റെ അനുമതിയില്ലാതെ ആര് തീരുമാനിച്ചാലും ആ വ്യക്തിക്ക് ആയുസ് ഉണ്ടാകില്ല എന്നാണ് ട്രംപ് പറയുന്നത്. എന്നാൽ ഇതിനും ഇറാൻ വളരെ കൃത്യമായ മറുപടി കൊടുക്കുന്നുണ്ട്. ഇറാൻ പറയുന്നത് ആദ്യം സ്വന്തം നാട്ടിലെ മേയറെ പോയി ഉണ്ടാക്കുക, അതിനുശേഷം ഇറാനിലെ പരമോന്നത നേതാവിനെ തീരുമാനിക്കണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കാം എന്ന രീതിയിലുള്ള ഒരു പ്രതികരണമാണ് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. എന്തായാലും അമേരിക്കയുമായി ചർച്ചയാകാം, യുദ്ധം നിർത്തുക എന്നുള്ളത് സമാധാനം തന്നെയാണ് ഞങ്ങൾ കൂടുതൽ ആഗ്രഹിക്കുന്നത്. ചർച്ചയാകണമെങ്കിൽ ഇനി ഞങ്ങൾ വെച്ച ഡിമാൻഡുകൾ അമേരിക്ക അംഗീകരിക്കണം എന്ന രീതിയിലാണ് ഇറാന്റെ മറ്റൊരു പ്രതികരണം. അതായത് ഒരിക്കലും അമേരിക്കയുമായി ഒരു ചർച്ചയ്ക്കില്ല, മധ്യസ്ഥർ മുഖേന ഒരു ചർച്ചയ്ക്ക് വരികയാണെങ്കിൽ തന്നെ ഇവിടെ അവരുടെ ശബ്ദം അമേരിക്കക്കും ഇസ്രായേലിനും എതിരായിരിക്കണം. അവരാണ് ഈ യുദ്ധത്തിന് കാരണക്കാർ എന്ന രീതിയിലുള്ള ഒരു ഇടപെടലായിരിക്കണം ഉണ്ടാകേണ്ടത്. ഉപരോധങ്ങൾ അവസാനിപ്പിക്കേണ്ടി വരും. അതുപോലെ തന്നെ ഈ പശ്ചിമേഷ്യയിലെ അവരുടെ സൈനിക സാന്നിധ്യം അവർ അവസാനിപ്പിക്കണം. ഇവിടെ നിന്ന് വണ്ടിയും എടുത്ത് വിട്ടോളണം, സ്റ്റാൻഡ് വിട്ടോളണം. അങ്ങനെ ചില നിബന്ധനകളൊക്കെ ഇറാൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. ബാക്കിയുള്ള അവകാശവാദങ്ങളും അതുപോലെ തന്നെ ട്രംപിന്റെ നിർദ്ദേശങ്ങളുമൊക്കെ പരിഹാസ രൂപേണ പുച്ഛിച്ചു തള്ളുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇപ്പോഴും നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. എന്തായാലും കൊട്ടിഘോഷിച്ച് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ലബനോനെതിരെ കൂടെ യുദ്ധം ആരംഭിച്ചിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ മരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഇസ്രായേലിന് കനത്ത തിരിച്ചടി കിട്ടി എന്നുള്ളതാണ്. ഹിസ്ബുള്ള ഇവിടെ ലബനോനുമായി അതിർത്തി പങ്കിടുന്ന ഇസ്രായേൽ പ്രദേശത്ത് നിന്ന് 5 കിലോമീറ്ററോളം പുറകോട്ട് അവിടെയുള്ള ആളുകൾ മാറണം എന്നുള്ള ഒരു നിർദ്ദേശം നൽകിയിരുന്നു. അങ്ങനെ യുദ്ധം കൊടുമ്പിരി കൊണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയ ആപത്തുകളൊന്നും ഇവിടെ ഈ ലബനോനിലെ ഹിസ്ബുള്ളയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നില്ല. എന്നാൽ അവരിപ്പോൾ അരയും തലയും ഒക്കെ മുറുക്കി ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിരവധി ഇസ്രായേൽ സൈനികരെ അവർ തടവിലാക്കി എന്ന വാർത്തയാണ് വരുന്നത്. പലവട്ടം ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ചു പോലും ഇവിടെ ഈ തടവിലാക്കിയ ഇസ്രായേൽ സൈനികരെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഇസ്രായേൽ നടത്തി. എന്നാൽ ആ നീക്കങ്ങളെയൊക്കെ ഇവിടെ ഹിസ്ബുള്ള പരാജയപ്പെടുത്തി എന്ന വാർത്ത പുറത്തു വരികയാണ്. ഹെലികോപ്റ്റർ ഉപയോഗിച്ചൊക്കെ നടത്തിയ ദൗത്യം ആ ഹെലികോപ്റ്ററിനെ പോലും വെടിവെച്ചിരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുചെന്ന് എത്തിച്ചു എന്നാണ് ഇവിടെ പുറത്തു വരുന്ന വാർത്ത. എത്രമാത്രം ശരിയാണ് എന്നുള്ളത് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല. എന്തായാലും ചില മാധ്യമങ്ങൾ ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വിടുന്നുണ്ട്. ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്ന് ഇസ്രായേലിന് കനത്ത തിരിച്ചടി കിട്ടി എന്ന രീതിയിൽ തന്നെയാണ് ആ വാർത്ത. മറ്റൊന്ന്, ഇവിടെ അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രായേലും ഒക്കെ ഇറാനിലേക്ക് നടത്തിയ സംയുക്ത ആക്രമണവുമായി ബന്ധപ്പെട്ട് അമേരിക്കയെയും ഇസ്രായേലിനെയും ട്രോളിക്കൊണ്ട് ചില വാർത്തകൾ, ചില വീഡിയോകളൊക്കെ പുറത്തു വരുന്നുണ്ട്. അതായത് ഇറാന്റെ വ്യോമതാവളത്തിൽ ഹെലികോപ്റ്ററുകളുടെയും അതുപോലെ തന്നെ യുദ്ധവിമാനങ്ങളുടെയും ഒക്കെ ചിത്രങ്ങൾ പെയിന്റുകൾ ഉപയോഗിച്ച് വരച്ചു വെച്ചു. ഈ ചിത്രങ്ങൾക്ക് നേരെ കോടിക്കണക്കിന് രൂപ, ഡോളറുകൾ ചെലവഴിച്ചുകൊണ്ട് ഇസ്രായേലും അമേരിക്കയും ഒക്കെ ആക്രമണങ്ങൾ നടത്തി. ഈ ആക്രമണങ്ങൾ നടത്തി ഇറാന്റെ നിരവധി യുദ്ധവിമാനങ്ങൾ ഞങ്ങൾ തകർത്തു, റൺവേ തകർത്തു എന്നൊക്കെയുള്ള വാർത്തകൾ അവർ തന്നെ പ്രചരിപ്പിച്ചു. എന്തായാലും ഈ ചിത്രങ്ങളിൽ ഇവിടെ അമേരിക്കയും ഇസ്രായേലും ഒക്കെ പുറത്തുവിട്ട ചിത്രങ്ങളിലും അതുപോലെ തന്നെ ദൃശ്യങ്ങളിലുമൊക്കെ മണ്ണ് മാത്രം ഇളകുന്നതായാണ് കാണുന്നത് എന്ന കാര്യം വ്യക്തമാണ്. അതായത് ഇത്ര മാത്രമാണ് ഇവരുടെ ആക്രമണം ഉള്ളൂ, ഇതാണ് ഇവരുടെ ബുദ്ധി എന്ന രീതിയിൽ ഇസ്രായേലിനെയും അമേരിക്കയെയും ട്രോളിക്കൊണ്ടുകൂടെ ഇപ്പോൾ ചില വാർത്തകൾ പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ളതാണ്.